ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ ശ്രുതിയുടെയും കള്ളത്തരം കയ്യോടെ പൊക്കാണ് നമ്മുടെ സച്ചി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീലിമ വന്നിട്ടുണ്ടല്ലോ, നീലിമയെ കണ്ടുമുട്ടുകയാണ് സച്ചി. കണ്ടുമുട്ടി സംസാരിച്ച് കഴിയുമ്പോൾ നീലിമ സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. സച്ചിയുടെ വീട്ടിലെത്തുമ്പം അത് ശ്രുതിയുടെ വീട് കൂടിയാണെന്ന് നീലിമ മനസ്സിലാക്കുക. അങ്ങനെ നീലിമ സകല സത്യങ്ങളും അവിടെ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ രവിയുടെയും സച്ചിയുടെയും എല്ലാം മുമ്പിൽ. അങ്ങനെ സച്ചി വാരിയിട്ട് അലക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നീലിമ വിളിക്കുന്നുണ്ട് സച്ചിയെ. ഞാൻ നാട്ടിലേക്ക് എത്തുകയാണ്, ഒരത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഓട്ടത്തിനൊക്കെ ഞാൻ വിളിക്കും എന്ന് പറയാം. ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നീലിമ നാട്ടിലെത്തിയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ രേവതിയുടെ കാല് വയ്യാതെ ആയതുകൊണ്ട് തന്നെ രേവതിക്ക് 6 ആഴ്ച റെസ്റ്റ് എടുക്കണം. കാല് നിലത്ത് കുത്താതെ 6 ആഴ്ച കിടക്കണം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവുക. ചന്ദ്ര പറയുന്നുണ്ട് 6 ആഴ്ച ഇവളിങ്ങനെ കിടപ്പ് കിടന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോവും? എനിക്കിവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യ. അടുക്കളപ്പണി മുഴുവൻ ചെയ്യണം. പിന്നെ ദേ ഈ കിടക്കുന്ന ഇവളുടെ കാര്യങ്ങളും കൂടെ നോക്കണം. എങ്ങനെയാ ഇതിൽ നിന്നൊന്ന് തലയൂരുക എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാമ വിളിക്കുന്നത് കേട്ടോ. ഏതോ കുറേ ക്ഷേത്രങ്ങളിലൊക്കെ പോകാം, അങ്ങനെ 2 ആഴ്ചത്തേക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാം, ഇനി പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാമെന്ന് ഭാമ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്ര അങ്ങ് ആലോചിക്കുകയാണ്, എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം, ഇപ്പം ഈ അവസരം അങ്ങ് മുതലാക്കാം. 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച ഇവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാമല്ലോ. രേവതിയാണെങ്കിൽ അവിടെ അങ്ങ് കിടക്കട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. സച്ചി ഉണ്ടല്ലോ, അവൻ വേണേ നോക്കിക്കോളും. എനിക്കിവിടെ ഒന്ന് നോക്കി ഇവിടെ നിൽക്കാനൊന്നും പറ്റിയല്ല. ഞാൻ സ്ഥലം വിടാൻ പോവാണ്. എന്തായാലും രവിയേട്ടനോടും ശ്രുതിയോടും ഒക്കെ പറയാം. അവരൊക്കെ ചിലപ്പോൾ തടസ്സം പറയായിരിക്കും, രവി ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും വീട്ടു ജോലി ചെയ്യേണ്ടത് കൊണ്ടും ഒക്കെ. പക്ഷേ വീട്ടിൽ മുഴുവൻ കഷ്ടപ്പാടും കഷ്ടകാലമാണ് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞാൽ രവിയേട്ടൻ സമ്മതിക്കും. എന്തായാലും എല്ലാവരുടെയും സമ്മതം വാങ്ങി ഞാനിവിടുന്ന് അങ്ങ് സ്ഥലം വിടാൻ പോവാം. എടി രേവതി, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ അവിടെ കിടന്ന്, നിന്നെയൊന്നും നോക്കാന്ന് ഞാൻ ഏറ്റിട്ടില്ലല്ലോ. അങ്ങനെ രാവിലെ ആവുമ്പം ചന്ദ്ര പോകാനായിട്ട് ഇറങ്ങുക. അപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, നീ പോകാൻ തന്നെ തീരുമാനിച്ചോന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങനെ പോകാതിരിക്കും, തീർത്ഥയാത്രയ്ക്കല്ലേ ഞാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ കഷ്ടകാലം അറിയില്ലേ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, എല്ലാവർക്കും കഷ്ടകാല സമയം. അതേ രേവതി തന്നെ ഇപ്പം വീണ് കിടക്കുന്ന കണ്ടില്ലേ, അവളുടെ കാലൊടിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ആക്സിഡൻ്റ് ഉണ്ടായത് കണ്ടില്ലേ. രവിയേട്ടൻ എന്താ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ കഷ്ടപ്പാട് മാറും. നമ്മുടെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ രവിയേട്ടാ ഞാൻ പോകുന്നത്. അപ്പോൾ രവിയും പറയാം, ഇനിയിപ്പം ഞാൻ എന്ത് പറയാനാ, രേവതി വയ്യാതെ കിടക്കുകയാണ്, എങ്കിലും നീ തീർത്ഥയാത്രയ്ക്കല്ലേ പോകുന്നത്, നിന്നോട് പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ എന്തായാലും നീ പോ എന്ന് പറയണം. അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവാം. ഇനി 2 ആഴ്ച സുഖം, വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയണ്ട, അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സുഖമായിട്ട് നടക്കാം. വീട്ടുപണിയൊക്കെ ആരാന്ന് വെച്ചാൽ ചെയ്യട്ടെ, സച്ചി ചെയ്തോളും, അവൻ നോക്കിക്കോളും അവളെ, ഞാൻ നോക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അങ്ങ് പോകുന്നത്. അതേസമയം രേവതിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മൊത്തം പ്രശ്നത്തിലാകാണ്. അടുക്കള ജോലി ചെയ്യാനൊന്നും ആരുമില്ല. നമ്മുടെ സച്ചിയാണ് കേട്ടോ അടുക്കളയിൽ കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി രേവതിക്കൊക്കെ കൊടുക്കുന്നത്. അതേസമയം നമ്മുടെ ശ്രുതിയും ഇങ്ങോട്ട് വീട്ടിലേക്ക് വരിക. വന്നു കഴിയുമ്പോഴേക്കും അത്താഴം കഴിക്കാനായിട്ട് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സാധനവും ഇല്ല. സച്ചിയാണെങ്കിൽ കുറച്ച് കഞ്ഞി മാത്രം ഉണ്ടാക്കി രേവതിക്ക് സച്ചിക്കും അതുപോലെ രവിക്കും മാത്രം ഉണ്ടാക്കിയിട്ട് രേവതിക്ക് സച്ചി കോരിയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് രവിക്കുള്ളതും വിളമ്പി കൊടുക്കുന്നുണ്ട്. ബാക്കിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ശ്രുതിയെ വിളിക്കുക, ശ്രുതി ഇതെന്താ ഇത്, അടുക്കളയിൽ ഒന്നുമില്ല, ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, എനിക്കിപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല ശ്രുതി, നമ്മൾ പോയിട്ട് ക്ഷീണിച്ച് വരികയല്ലേ, ഞാനാണെ പാർലറിൽ നിന്ന് നല്ല തിരക്കായിരുന്നു, ഇനി എനിക്ക് പറ്റില്ല ശ്രുതി, ഇതിപ്പോൾ എന്താ ചെയ്യുക, അമ്മ ഈ സമയത്ത് തന്നെ തീർത്ഥയാത്രയ്ക്ക് പോയി, അമ്മയ്ക്ക് പോകാതെ ഇവിടെ നിന്നൂടായിരുന്നോ, എങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കായിരുന്നല്ലോ.
അപ്പോൾ ശ്രുതിയും പറയാം, അയ്യോ എൻ്റെ ശ്രുതി, എനിക്കും വിശന്നിട്ട് വയ്യ, ഞാനിവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കും എന്നോർത്താ വന്നത്. അയ്യോ ഇതിപ്പോൾ ഇല്ലാതായല്ലോ, നമുക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിച്ചിട്ട് പോരായിരുന്നു എന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി പറയാ, ആ സച്ചി അവൻ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കിയില്ലേ, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ രേവതിക്കും അവനും ഒക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് വച്ചു പോലുമില്ല. കഞ്ഞിയെങ്കിൽ കഞ്ഞി കുറച്ചെങ്കിലും അവന് വെക്കായിരുന്നല്ലോ. എടാ സച്ചി, നീ എന്താ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വെക്കാതിരുന്നത്? ഞങ്ങൾ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെയല്ലേ. അപ്പോഴേക്കും സച്ചി പറയും, ആണോ, നിങ്ങൾ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണോ? നിങ്ങൾക്ക് കാലിനും കൈക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. ദേ ഈ ശ്രുതി ഇവക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിയാലെന്താ, അവളെന്താ അടുക്കളയിൽ കയറാത്തെ? അതുകൊണ്ട് ഞാനേ നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നോളാന്ന് ഇട്ടിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും അച്ഛനും മാത്രമേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറി ഉണ്ടാക്കണം. ഇത്രയും നാളും രേവതി അടുക്കളയിൽ കയറി എല്ലാവർക്കും വെച്ച് വിളമ്പിയപ്പം അതിനൊന്നും ഒരു വിലയില്ലായിരുന്നല്ലോ. ഇപ്പോൾ രേവതി കിടന്നപ്പം വിലയുണ്ടല്ലേ. ഇനി എന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇവൾ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കട്ടെ. അപ്പം ശ്രുതി പറയും, എനിക്കൊന്നും പറ്റില്ല, ഞാനാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്ത് പാർലറിൽ നിന്ന് ഭയങ്കര ക്ഷീണിച്ച് വരുന്ന, പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാനും രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നും എനിക്ക് വയ്യ. അപ്പോൾ സച്ചി പറയാം, അയ്യോടി തമ്പുരാട്ടി, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുകയല്ലെങ്കിലേ ഉണ്ടാക്കണ്ട, കഴിക്കണ്ട, വിശന്നിരിക്കുക. ഇല്ല കാശുണ്ടെങ്കിലേ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോ, നിങ്ങൾ വലിയ ബിസിനസ്സുകാരൊക്കെ അല്ലേ. അപ്പം ശ്രുതി പറയാം, ആ ശരിയാ, വാ ശ്രുതി നമുക്ക് ഓർഡർ ചെയ്യാം എന്തെങ്കിലും ഫുഡ്, എന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ വർഷയും ശ്രീകാന്തും വരുന്ന വഴി തന്നെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഏട്ടാ രേവതി ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പം ഉടനെ തന്നെ സച്ചി പറയാം, എങ്ങനെയുണ്ടാവാനാ, അവൾക്ക് കാലനക്കാൻ വയ്യാതെ കിടക്കല്ലേ വർഷേ, 6 ആഴ്ച അങ്ങനെ കാല് നിലത്ത് കുത്താതെ കിടക്കണമെന്ന് പറയാം. അയ്യോ അപ്പോൾ സച്ചിയേട്ടാ രേവതി ചേച്ചിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. ആ ശരി, ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്, ഇനി സച്ചിയേട്ടനും രേവതി ചേച്ചിയും അച്ഛനും കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളൊന്നും ഓർഡർ ചെയ്യേണ്ട, ഞാൻ അടുക്കളയിൽ കയറി കഞ്ഞി വെച്ചു, രേവതിക്കും കൊടുത്തു, ഞാനും കഴിച്ചു, അച്ഛനും കൊടുത്തു, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചല്ലോ അല്ലേ. ആ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്ത് റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ അങ്ങനൊരവസ്ഥയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാം. വീട്ടിലാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് രേവതി കിടപ്പായി കഴിഞ്ഞപ്പം. രാവിലെ തന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നമ്മുടെ ശ്രുതിയൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ വർഷയും ശ്രീകാന്തും പറയുന്നുണ്ട്, ഞങ്ങളും വെളിയിൽ നിന്ന് കഴിച്ചോളാം കേട്ടോ എന്ന് പറയാം. അങ്ങനെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കാൻ ആരുമില്ല. അങ്ങനെ രവി രാവിലെ അടുക്കളയിലേക്ക് കയറുക. രവി കയറി കുറച്ച് ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചായയൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ സച്ചി അങ്ങോട്ട് വരും, എന്താ വെച്ചാൽ അച്ഛൻ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, ഒരു നല്ല ചായ കിട്ടിയില്ല, രേവതി മോളുണ്ടായിരുന്നെങ്കിൽ രാവിലെ ഇന്നും ചായയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കിട്ടുന്നതാണ്, ഒന്നും അറിയാറില്ല. ഇപ്പം രേവതിയില്ല, ചന്ദ്രയാണെങ്കിൽ തീർത്ഥാടനത്തിനും പോയി, ഈ സമയം നോക്കി അവൾ മനഃപൂർവ്വം പോയതാ. അപ്പോൾ സച്ചി പറയാം, അത് പിന്നെ ഉറപ്പല്ലേ, അപ്പോൾ ആരും ഒരു ചൂടുവെള്ളം തരാത്തത് കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി ഇച്ചിരി ചായ ഇട്ട് കുടിച്ചു, നിങ്ങൾക്കുള്ളത് ദേ വച്ചിട്ടുണ്ട്, അതുപോലെ ഇത്തിരി ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറയാം. അപ്പം സച്ചി പറയാം, അച്ഛൻ ഇങ്ങോട്ട് മാറി നിന്നേ, അച്ഛൻ അടുക്കളയിലൊന്നും കയറി ചെയ്യണ്ട, ചായ എടുത്ത് കുടിച്ചോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം, ഉപ്പുമാവിന്ന് എൻ്റെ വകയായിക്കോട്ടെ എന്ന് പറയാം സച്ചി. അപ്പോൾ ഉടനെ രവി പറയാം, എന്ത് ചെയ്യാനാ, വേറെ 2 പെൺകുട്ടികൾ ഈ വീട്ടിലുണ്ട്, വർഷയും അതുപോലെ ശ്രുതിയും. 2 പേരും അടുക്കളയുടെ പരിസരത്തോട് പോലും പോവില്ല, അവർ 2 പേരും പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഈ വീട്ടിൽ ഇനി അടുപ്പ് പുകയണമെങ്കിൽ രേവതി മോൾ എണീക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ സച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി രവിക്കും കൊടുക്കുകയാണ്, അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും കൊടുക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ, ഞാനിങ്ങനെ കിടപ്പായതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് സച്ചിയേട്ടന്, അമ്മയും ഇവിടെയില്ല, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ സച്ചി പറയണേ, എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല രേവതി, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നൊക്കെ പറയാം. അപ്പോഴാണ് കേട്ടോ നമ്മുടെ സച്ചിക്കൊരു കോള് വരികയാണ്. ആരാണെന്നറിയാവോ, നമ്മുടെ അച്ചമ്മയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം സച്ചി ചോദിക്കുക, എന്താ അച്ചമ്മയെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല മോനെ, രേവതിക്ക് എന്താ സംഭവിച്ചത്, രവി എന്നെ രാവിലെ വിളിച്ചായിരുന്നല്ലോ, രേവതിക്ക് ആക്സിഡൻറ്റോ എന്തോ ഉണ്ടായെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം പറയാം, അതെ അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, കാലനക്കാൻ വയ്യാതെ കിടക്കുകയാണ്, 6 ആഴ്ച അങ്ങനെ കിടപ്പ് കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയാം, അങ്ങനെ കിടന്ന രേവതി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ,
ചന്ദ്രയില്ലേ അവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, ഇല്ല അമ്മ ഇതൊക്കെ കാരണമായിരിക്കും ഇന്ന് രാവിലെ ഒരു തീർത്ഥാടനത്തിനാന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഇനി വരുവുള്ളൂ. ഭാമാൻ്റിയുടെ കൂടെയാ പോയിരിക്കുന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ. രേവതി മോൾ ഇങ്ങനെ കിടക്കുമ്പം അവൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത്? ശ്രുതിയും അതുപോലെ തന്നെ വർഷയൊക്കെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുവോ? അപ്പോൾ ഉടനെ സച്ചി പറയാം, ഇല്ല അവരാരും ഇപ്പം അടുക്കളയിലേക്ക് വരാറില്ല. അവർ 2 കൂട്ടരും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരിക ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നുമില്ല, വീട്ടുജോലിയൊന്നും ചെയ്യുന്നുമില്ല. അപ്പം രവിയുടെ കാര്യം എങ്ങനെയാവും മോനെ? അപ്പോൾ സച്ചി പറയാ, അച്ഛന് വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. രേവതിക്കും അച്ഛനും വേണ്ട ഭക്ഷണം ഞാനാ ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ല അച്ഛമ്മേ, അങ്ങനെ പോട്ടെ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയാണ് അച്ഛമ്മ, അങ്ങനെ ആയാലും കൊള്ളില്ലല്ലോ. രേവതി മോളെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. നിനക്ക് ഓട്ടത്തിന് പോകണ്ടേ? നീ ഓട്ടത്തിന് പോകാതെ വീട്ടിലിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാകും? ഭക്ഷണം വാങ്ങിക്കാനും മറ്റുമൊക്കെ പണം വേണ്ടേ? അതുകൊണ്ട് ചന്ദ്രയെ എന്തിനാ വിട്ടത്? അവളിപ്പോൾ തീർത്ഥാടനത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പോൾ സച്ചി പറയാം, അമ്മയോട് പറഞ്ഞാൽ പിന്നെ കേൾക്കുമോ? അച്ഛൻ പറഞ്ഞ പോലും അമ്മ കേൾക്കില്ല, പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, ആഹാ എങ്കിൽ ഞാനത് ശരിയാക്കി തരാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി മോളുടെ അസുഖം മാറുന്നവരെ ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ടോ, വേണ്ട അച്ഛമ്മേ, അങ്ങനെ വന്ന് നിന്നാൽ അച്ഛമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവും. എന്തിനാ വെറുതെ? അതൊന്നും സാരില്ല മോനെ എന്ന് പറയാം. അങ്ങനെ അച്ഛമ്മ വരികയാണ് വീട്ടിലേക്ക്. അവിടെ വന്നു കഴിയുമ്പോഴേക്കുമാണ് കേട്ടോ അവിടുത്തെ രേവതിയുടെ അവസ്ഥ കാണുന്നത്. അപ്പോൾ രേവതിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഒന്നും പേടിക്കേണ്ട, അച്ഛമ്മ ഇവിടെ കാണും, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം ആഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള ആരോഗ്യം എനിക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചന്ദ്ര ഇത് മനഃപൂർവ്വം ചെയ്തതാ. അവളിങ്ങോട്ട് തിരിച്ചു വരട്ടെ, അവൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം. പിന്നെ ഇവിടെ 2 മരുമക്കളുണ്ടല്ലോ, അവളുമാരെ ഞാനങ്ങ് സുഖിപ്പിച്ച് വിടാമെന്നൊക്കെ പറയാം. അങ്ങനെ അടുക്കളയിൽ കയറി അച്ഛമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രേവതിയെ നന്നായിട്ട് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഓട്ടത്തിനൊക്കെ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നീലിമ സച്ചിയെ വിളിക്കുന്നത്. അപ്പം നീലിമയുടെ ഓട്ടം കിട്ടുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, ആ വരാം മേഡം, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയാം. അങ്ങനെ നീലിമയുടെ അടുത്ത് ചെല്ലുകയാണ് സച്ചി. നീലിമയും കൊണ്ടൊരു ഓട്ടം പോവാണ്. അങ്ങനെ നീലിമയോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം നീലിമയോട് പറയുന്നുണ്ട്, വൈഫിന് ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിൽ കിടക്കുക, ആരുമില്ലായിരുന്നു നോക്കാൻ, ഇപ്പം അച്ചമ്മ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം നീലിമ ചോദിക്കുക, നിങ്ങളുടെ അമ്മയും അവളും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല. അമ്മയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതുകൊണ്ട് ആ സമയം നോക്കി അമ്മ തീർത്ഥാടനത്തിനങ്ങ് പോയി എന്ന് പറയാം. അപ്പം നീലിമ പറയാം, ആഹാ അത് കൊള്ളാമല്ലോ, അങ്ങനെ ഒരു അമ്മയോ എന്ന് പറയാം. ചച്ചിക്ക് വേറെ സഹോദരങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഉണ്ട്, 2 സഹോദരങ്ങളുണ്ട്. ഒരുത്തനുണ്ട് മൂത്തത്, അവൻ പേരും കള്ളനാ. അവനിപ്പോൾ വലിയ ബിസിനസ്സൊക്കെ നടക്കുന്നത്. പക്ഷേ അവൻ്റെ കൈ ഇരിക്കുന്ന മുഴുവൻ കള്ളത്തരാ. അവൻ്റെ ഭാര്യയുണ്ട് ഒരുത്തി, അവളാണെങ്കിൽ വലിയ മലേഷ്യക്കാരിയാ. അവളുടെ അച്ഛനും അമ്മയൊക്കെ മലേഷ്യയിലാ. പക്ഷേ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, പേരും കള്ളിയാ, കള്ളത്തരമല്ലാതെ ഒന്നും പറയേയില്ല എന്ന് പറയാണ്. പിന്നെയുണ്ട് അനിയനും ഭാര്യയും. അവരും വർക്ക് ചെയ്യാണ്, അവർക്ക് നേരമൊന്നുമില്ല. അതുകൊണ്ട് അവരാരും അടുക്കളയിൽ കയറില്ല. രേവതിയായിരുന്നു ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയണം. അപ്പം നീലിമ പറയാം, ആഹാ കൊള്ളാലോ, ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടോ അടുക്കളയിലൊക്കെ കയറി എല്ലാ ജോലികളും ചെയ്ത് ത്യാഗമൊക്കെ അനുഭവിക്കുന്നേ? അപ്പോൾ സച്ചി പറയാം, അങ്ങനെയൊന്നും അധികം ആരുമില്ല. പക്ഷേ രേവതി നേരെ വ്യത്യസ്തമാണ്. രേവതിക്ക് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. പോരാഞ്ഞിട്ട് അവളൊരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ട്. ആഹാ അത് കൊള്ളാലോ, എന്ത് ബിസിനസ് സച്ചി രേവതി നടത്തുന്നത് എന്ന് ചോദിക്കുമ്പം പറയാം, അത് അവൾ മാല കെട്ടുന്നുണ്ട്, പൂക്കച്ചവടം നടത്തുന്നുണ്ട്. വീടുകൾ തോറും കൊണ്ടും കടകളിലും എല്ലാം കൊണ്ട് മാല കെട്ടി കൊടുക്കും. ആ ഒരു നല്ല ബിസിനസ്സാണ്, അത്യാവശ്യം വരുമാനം അവൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയണം. അപ്പം നീലിമ പറയാം, ആഹാ കൊള്ളാലോ, വീട്ടിലെ സകല ജോലികളും ചെയ്യുകയും ഇതുപോലെ ചെറിയ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന രേവതി മിടുക്കി തന്നെയാണല്ലോ. എനിക്കൊരു ദിവസം വന്ന് രേവതി ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീലിമയ്ക്ക് എന്ന് വേണേലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം, ഞാൻ അഡ്രസ്സൊക്കെ തരാം, അങ്ങോട്ട് വന്നോളൂ, വന്ന് രേവതിയെ കാണുകയും ചെയ്യാം. രേവതിക്ക് നടക്കാൻ പറ്റുന്ന സമയമാണെന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചേനെ. ഇതിപ്പോൾ അവൾ വയ്യാതെ കിടക്കല്ലേ, കാല് നിലത്ത് കുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീലിമ പറയാം, അതൊന്നും സാരില്ല, ഞാൻ അങ്ങോട്ട് വന്ന് രേവതിയെ കണ്ടോളാമെന്ന് പറയണം. അങ്ങനെ
അച്ചമ്മയാണെങ്കിൽ പോയിട്ട് രവിയോട് പറയുന്നുണ്ട്, എടാ രവി, നീ ഇങ്ങനെ ആയി പോയല്ലോ, ചന്ദ്ര ഈ സമയത്ത് നീ എന്തിനാ പറഞ്ഞു വിട്ടത്? രേവതി മോള് കിടക്കുന്നത് നീ കണ്ടില്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ട ഈ സമയത്ത്, ചന്ദ്ര പോകാവോ? അപ്പോൾ രവി പറയാ, അമ്മയ്ക്കറിയില്ലേ ചന്ദ്രയുടെ വാശി, അവൾ പോകുമെന്ന് പറഞ്ഞാൽ പോകും. പിന്നെ അവൾ പറയുന്നത് വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നതും അപകടം ഉണ്ടാകുന്നതും ഒക്കെ കഷ്ടകാലം കൊണ്ടാണെന്നാ. ആ കഷ്ടകാലം മാറാനാണ് അവൾ അമ്പലങ്ങളിലൊക്കെ പോയി തീർത്ഥാടനം നടത്തുന്നത്. അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? ഓ, നീ വേണ്ടെന്ന് പറയണ്ട, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾ മനഃപൂർവ്വം ചെയ്തിട്ട് പോയതാ. അതുപോലെ തന്നെ നിന്റെ മൂത്ത മകനും ഭാര്യയും പെരുങ്കള്ളനും കള്ളിയാ, അവരും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാവർക്കും ഉള്ള പണി വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം നമ്മുടെ നീലിമ സച്ചിയെ വിളിക്കുന്നത്. സച്ചിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ ഫോൺ. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നീലിമ ആലോചിക്കുക, ഇതെന്താ സച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയും ചെയ്യണമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ടാക്സി വിളിക്കാം, എന്നാലും വേറെ ടാക്സി വിളിച്ചാലും അത് ശരിയാവില്ല. സച്ചിയുടെ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് ലോങ് ട്രിപ്പാണെങ്കിലും പേടിക്കാനില്ലായിരുന്നു എന്നൊക്കെ നീലിമ വിചാരിക്കുക. അങ്ങനെ നീലിമ ആ അഡ്രസ്സ്, സച്ചി കൊടുത്ത അഡ്രസ്സ് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ കയറി പറയാം, ഈ അഡ്രസ്സിൽ ഒന്ന് കൊണ്ടുവിടണം എന്ന് പറയാണ് കേട്ടോ. അതേസമയം സച്ചിയാണെങ്കിൽ നമ്മുടെ രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെയുണ്ട്. ഫോൺ സൈലൻ്റായിട്ട് കിടന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നീലിമ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. ആ സമയത്ത് സുധിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്ര മാത്രം എത്തിയിട്ടില്ല. ആ സമയത്ത് നീലിമ അവിടെ വന്ന ഓട്ടോയിൽ ഇറങ്ങിയിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്ന പാടെ കോളിംഗ് ബെല്ലടിക്ക് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സച്ചി, നീലിമ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വന്നേനേലോ. അല്ല സച്ചിയെ രാവിലെ മുതൽ ഞാൻ വിളിക്കുന്ന ഫോൺ എടുക്കുന്നില്ല, എനിക്കൊരു ലോങ് ട്രിപ്പ് ഓട്ടോ ഉണ്ടായിരുന്നു, കാണാത്തതുകൊണ്ട് ഈ അഡ്രസ്സ് നോക്കി ഇങ്ങോട്ട് വന്നതുകൊണ്ട് സച്ചിയുടെ വൈഫിനെ രേവതി ഒന്ന് കാണാലോ എന്ന് പറയണം. അപ്പോൾ സച്ചി പറയുന്നത്, വാ അകത്തേക്ക് വാ, രേവതി ദേ ഇവിടെ ഈ റൂമിലാണെന്ന് പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. രേവതിയെ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ നീലിമ അവിടെ ആ റൂമിൽ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും ഫോട്ടോ ഇരിക്കുന്ന കണ്ട് നോക്കുകയാണ്. നോക്കുമ്പോഴേക്കും ഇതാരാ സച്ചി എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ചേട്ടൻ പ്രശസ്തൻ, ഭയങ്കര പേരും കള്ളനാ, കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ നീലിമ പറയാം, ഇതാണല്ലേ ചേട്ടൻ, എനിക്കറിയാം ആളെ എന്ന് പറയാണ്. ആകെപ്പാടെ ഒരു ടെൻഷനിലാവുകയാണ് കേട്ടോ നമ്മുടെ നീലിമയും. അതിനുശേഷം നീലിമ പറയേ, എന്നാൽ സച്ചി വാ നമുക്ക് പെട്ടെന്ന് പോകാം, ഓട്ടം പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങാം. ഇറങ്ങി വരുമ്പോഴാണ് ശ്രുതിയെയും കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടിക്കൊണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത്? എടി പെരുങ്കള്ളി, നീ എന്തിനാടി എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നീലിമ പറയാ, നീ എന്തിനാ ഇപ്പം എന്നെ പെരുങ്കള്ളി എന്ന് വിളിക്കുന്നത്? ഞാൻ നിൻ്റെ ഒന്നും മോഷ്ടിച്ചോണ്ട് പോയിട്ടില്ലല്ലോ, മോഷ്ടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു തന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം ശ്രുതി ഇങ്ങനെ കയ്യിൽ തട്ടുക ശ്രുതിയുടെ. പണം തിരിച്ചു കൊടുത്തല്ലോ, അതിപ്പോൾ വീട്ടിലാരോടും പറഞ്ഞിട്ടുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നോർത്ത ആകെ ഞെട്ടിപ്പോവുക, ഇതിപ്പോൾ എല്ലാവരും അറിയല്ലോ എന്നോർത്തിട്ട്. അപ്പോഴേക്ക് സച്ചി ചോദിക്കുക, നിങ്ങൾ തമ്മിൽ അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ നീലിമ പറയാ, പിന്നെ അറിയാം, ഇവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു, ഞാൻ കാനഡയ്ക്ക് പോയതാ. ഓ ഇപ്പം കാര്യം പിടികിട്ടി, ഇവൻ്റെ പണം അടിച്ചുകൊണ്ട് കാനഡയ്ക്ക് പോയ മഹതിയാണ് നീയല്ലേ? കൊള്ളാം എടി, ആ 55 ലക്ഷം രൂപയെ എൻ്റെ അച്ഛന് പെൻഷനായപ്പോൾ കിട്ടിയ പണമാണ്, അതാ ഇവൻ കൊണ്ടുവന്ന് നിനക്ക് തന്നത്. ആ പണം ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാ, അതിവിടെ തിരിച്ചു തരണമെന്ന് പറയാം. അപ്പം നീലിമ പറയാ, ആ പണം കൊണ്ട് ഞാൻ പോയെന്നുള്ളത് സത്യമാണ്, അത് ഇവൻ എന്നെ പറ്റിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ പറ്റിച്ചത്, പക്ഷേ ആ പണം ഇനി തിരിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ നീ പറയാണോ? ഞങ്ങളുടെ പണം തിരിച്ചു തടയുന്ന നീലിമയോട് സച്ചി പറയാ. അപ്പം നീലിമ പറയാം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ആ പണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവൻ്റെ ഭാര്യ ഇവളും കൂടി എന്നോട് മേടിച്ചു, അതിൻ്റെ എഗ്രിമെൻറ്റും ഒപ്പിട്ട് തന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ടത്, ഞാൻ കാണിച്ചു തരാം. അപ്പം ശ്രുതിയെ നോക്കുക നമ്മുടെ സച്ചി. അന്നേരം ശ്രുതി പറയാം, അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയതെന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, എടാ നീ ബിസിനസ് തുടങ്ങിയത് നിൻ്റെ ഭാര്യ മലേഷ്യക്കാരിയുടെ അച്ഛൻ അയച്ചു തന്ന പണം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? ഈ പണം കിട്ടിയ കാര്യം നീ ഇവിടെ അച്ഛനോടെങ്കിലും പറഞ്ഞോ? അച്ഛൻ്റെ പണമല്ലേ അത്, എന്നിട്ട് അത് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അച്ഛൻ വിഷമിച്ചിവിടെ ഇരിക്കുമ്പോഴും നീയും നിൻ്റെ ഭാര്യയും കൂടി അത് വാങ്ങി ഉപയോഗിച്ചു, എന്നിട്ട് ഞങ്ങളെ എല്ലാം അങ്ങ് പറ്റിച്ചു. എന്തെങ്കിലും ഇത് അറിയില്ലെന്ന് നീ വിചാരിച്ചോടാ കള്ള? ദൈവം ഉള്ളത് കൊണ്ടല്ലേ ഇവളിപ്പോൾ എൻ്റെ മുന്നിൽ വന്നതും ഈ സത്യങ്ങളൊക്കെ തെളിഞ്ഞതും. അപ്പം നീലിമ പറയാം, ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഇവൻ തന്നില്ലായിരിക്കല്ലേ, ഇവൻ പണ്ടേ വരും കള്ളനാ,
ഇവൻ ആ പണം മുക്കി കാണും. ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു, അതിൻ്റെ എഗ്രിമെൻറ്റും എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴേക്കും സുധിയുടെ നേരെ നമ്മൾ സച്ചി അങ്ങ് ചീറ്റി ചെല്ലുക. എന്നിട്ട് പറയാം, ഇവിടെ വെക്കടാ പണം, അച്ഛൻ്റെ 55 ലക്ഷം രൂപ ഇവിടെ വെക്കടാ, നിന്റെ വീതം നീ എടുത്തോ, പക്ഷേ അച്ഛൻ അവകാശപ്പെട്ടതും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതും ഒക്കെ ഇവിടെ തന്നെ വേണം. അങ്ങനെ സ്വന്തം ഭാര്യ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടാ നീ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവളും അതിന് കൂട്ടുവന്നു. എവിടുന്നാടി ഈ മലേഷ്യയിൽ നിന്ന് പണം വന്നത്? നിന്റെ അച്ഛൻ മലേഷ്യ തന്നെയാണോടി? വെറും കള്ളത്തരം പറഞ്ഞിങ്ങനെ നടക്കുകയല്ലേ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് സച്ചി പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രവി പറയാണ്, സുധി നീ ഇങ്ങനെ പറ്റിക്കരുതായിരുന്നു. ആ പണം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? എത്ര വർഷം ഞാൻ വണ്ടി ഓടിച്ച പണമാണത്. അത് വെറുതെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു. ആ പണം കിട്ടിയപ്പം നിനക്ക് ബിസിനസ് ചെയ്യാനുള്ള പണം തന്നേനെ. ഇങ്ങനെ കള്ളത്തരം പറയരുത്. ആ പണത്തിന് സച്ചിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും ഒക്കെ അവകാശമുണ്ട്. നീ ഇങ്ങനെ പെരുങ്കള്ളൻ ആവരുത്. നീ പെരുങ്കള്ളാന്ന് നിന്നെ സച്ചി വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാം. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അച്ചമ്മയും വരിക, ഓഹോ അപ്പം ഇങ്ങനെയുള്ള ചില കളികളും കൂടെ ഇവിടെ നടന്നല്ലേ, ഇതൊക്കെ ഞാൻ പൊളിച്ചടുക്കിയിട്ട് ഞാനും ഇവിടുന്ന് പോകുന്നുള്ളെന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്